ഏട്ടനും ഏടത്തിക്ക് നാളെ നിന്നെ കാണണമെന്ന് പറഞ്ഞു. നീ നാളെ വൈകുന്നേരം റെഡി ആയിട്ട് നിൽക്കി. ഞാൻ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്ത് അടുത്തുള്ള കഫേയിലേക്ക് പോയി നമുക്ക് 4 പേർക്കും ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കാം. അപ്പോ ഈ കാര്യം എന്നോട് എപ്പോഴാ പറയാനിരുന്നത്? നാളെ കഫേയിലേക്ക് പോകുമ്പോഴോ? നിനക്കറിയില്ലേ, നിന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു. അതെയോ? നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ കഥയോടൊപ്പം. ആഹാ, ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും കാണും. എല്ലാരും ഒന്ന് കണ്ട് രസിക്കട്ടെന്ന്. എനിക്ക് എന്റെ ഭാര്യയെ പ്രേമിക്കണമെങ്കിൽ ഒളിഞ്ഞിരുന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരി, എനിക്ക് നീ ഒന്ന് വാരിത്താ, പണ്ട് വാരിത്തന്ന പോലെ. എന്ത് മണ്ടത്തരം ഇത്? എടി, നിനക്ക് ഇങ്ങനെ നാണം വരികയാണെങ്കിൽ എങ്ങനെയാണ് നിനക്ക് കൊച്ചുങ്ങളുണ്ടാവുക? റിക്കി എങ്ങനെ കേക്കും? എടി, അവനിപ്പോ ഉറങ്ങുക, പതുക്കെ എണീറ്റ് വരത്തേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ വന്നാ തന്നെ എന്താ? അവന് മനസ്സിലാവുമല്ലോ അവന്റെ ചേട്ടന് ചേട്ടത്തിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അതുമാത്രമല്ല, പിന്നെ അടുത്ത ചാൻസ് അവന്റെ അല്ലേ. അവനെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് അവനും ഒരു നല്ല ഭാര്യയോ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അനിയന് ഭാര്യയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അങ്ങനെയല്ല, എനിക്ക് നിന്നോടാ താല്പര്യം. പക്ഷെ നിനക്കാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല എന്നെ. ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ആര് പറഞ്ഞു? അതെയോ? അത് ശരി, നീ എണീറ്റോ? ഞാൻ അറിയാതെ ഈ സൈഡിലേക്ക് വന്ന. ഞാൻ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, വാ. എന്താ ഏടത്തി ഉണ്ടാക്കിയേ? വാ, ഇരിക്കുന്നേ. ഇവന് ചായ എടുത്തോണ്ട് വേടി. അയ്യോ, ചായ ഒന്നും വേണ്ട ഏടത്തി. അതിനെന്തിനാ നാണിച്ച് നിൽക്കുന്നേ? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. എന്നോന്നാടാ ചേട്ടത്തമ്മ ആരെങ്കിലും ഇങ്ങനെ കളിയാക്കുവോ? ഈ വീട്ടിലെ ഏറ്റവും ചെറിയ പയ്യൻ ഞാനാ. അങ്ങനെയുള്ളപ്പോ ഞാനൊരു തമാശയും പറയില്ലെങ്കിൽ എങ്ങനെയാ? നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു അനന്തരവനെയോ അല്ലെങ്കിൽ ഒരു അനന്തരവളയോ. ഞാൻ അവരെ കളിപ്പിച്ചിരിക്കുമല്ലോ ഇവിടെ. ആദ്യം നിന്റെ പെണ്ണെവിടെ? അവളെ ഒന്ന് കണ്ണിൽ കാണിക്കേ. എപ്പോഴാ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക? അയ്യോ ഏടത്തി, ഞാൻ അതിന് എത്ര നാളായി വെയിറ്റ് ചെയ്യാന്നറിയോ? നിങ്ങൾ പറ, എന്ന് കൊണ്ടുവരണമെന്ന്. കണ്ടില്ലേ? റിക്കിയും സോഹനും റീനയും അടങ്ങുന്ന സന്തോഷമായ കുടുംബം, അവരുടെ ചെറിയ ലോകം. ആ ലോകത്ത് അവർ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. സോഹന്റെയും റീനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു വർഷങ്ങളെ ആയിരുന്നുള്ളൂ. ഇപ്പോ സോഹനും റീനയും കൂടി റിക്കിയുടെ കല്യാണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. റിക്കി സീമ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അവൻ ഉടൻ തന്നെ ചേട്ടനും ചേട്ടത്തിക്കും സീമയെ പരിചയപ്പെടുത്തി അവരുടെ കല്യാണം നടത്താനുള്ള ആകാംക്ഷയിലായിരുന്നു. അവനൊരു നല്ല അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ ടോപ്പിക് എടുത്തിടാനായി. ആ അവസരം അവന് കിട്ടുകയും ചെയ്തു. നിങ്ങൾ പെൺകുട്ടികളുടെ കാര്യം എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഈ മേക്കപ്പ് അഴിക്കാനുള്ളതാണെങ്കിൽ എന്തിനു വേണ്ടിയാ നിങ്ങൾ ആദ്യം മേക്കപ്പ് ഇടുന്നത്? സുന്ദരിയാവാൻ വേണ്ടി. നീ അല്ലെങ്കിൽ തന്നെ എന്ത് സുന്ദരിയാ, പക്ഷെ അതിന് എന്റെ കണ്ണുകളിൽ നിന്ന് കാണണം. അതെയോ? അതെങ്ങനെയാ? ഒന്ന് കാണിച്ച്. എന്ത്? നിന്റെ ഈ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം. മതി മതി, പോടുന്ന. നിങ്ങൾ ആണുങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ചിന്തയുള്ളൂ. ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയ ഉടനെ റൊമാൻസ് തുടങ്ങും. ആഹാ, നിന്നെ ഒരു സ്ത്രീ ആക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ മതി മതി, നിന്റെ അഭിനയം എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴാ ചേട്ടനും ചേട്ടത്തി എനിക്ക് പരിചയപ്പെടുത്തി തരിക? ഞാൻ മറന്നുപോയി. ഏട്ടനും ഏടത്തിക്ക് നാളെ നിന്നെ കാണണമെന്ന് പറഞ്ഞു. നീ നാളെ വൈകുന്നേരം റെഡി ആയിട്ട് നിൽക്കി. ഞാൻ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്ത് അടുത്തുള്ള കഫേയിലേക്ക് പോയി നമുക്ക് 4 പേർക്കും ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കാം. അപ്പോ ഈ കാര്യം എന്നോട് എപ്പോഴാ പറയാനിരുന്നത്? നാളെ കഫേയിലേക്ക് പോകുമ്പോഴോ? നിനക്കറിയില്ലേ, നിന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു. അതെയോ?
എത്ര നേരമായി നമ്മൾ വന്നിട്ട്? നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചാൽ അവൻ എവിടെയാന്ന്? അവൻ ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ. സീമ, ഒന്ന് പെട്ടെന്ന് വരുമോ? ഇവിടെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മേക്കപ്പ് ഇട്ട് നിന്നോളും. ഇതല്ലാണ്ട് ചേട്ടന് ഫോൺ വിളിച്ചോണ്ടിരിക്കുക. എടുത്തു കഴിഞ്ഞാൽ തെറിയും കിട്ടും. സീമ, ഒന്ന് പെട്ടെന്ന് ഇതൂടെ. അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എന്നിട്ട് ബാക്ക് ടു ബാക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുക. ആ കഴിഞ്ഞു, ഇതാ വരുന്നു. എന്നാ വേഗം വാ. ദേ എത്തിയല്ല. വാ വാ വാ. നന്നായിരിക്കെ. ആ ഇരിക്കെ. ആ 2 ചായ കൂടെ വേണം. നല്ല ഗുണങ്ങളുള്ള സുന്ദരിയായ കുട്ടി ഇറക്കിക്ക് കിട്ടിയത്. ആരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഇത് കൊള്ളാലോ. ഇതുവരെ കല്യാണം കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ അവൾക്ക് സപ്പോർട്ടാ. അപ്പൊ എന്നെ ആര് സപ്പോർട്ട് ചെയ്യും? ആരുമില്ല. ഇവരെ 2 കണ്ട ഇപ്പൊ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ പോലെ ഉണ്ട്. ഇതില് ചേട്ടനും തുടങ്ങിയോ? ദേ ചായ കുടിക്ക്. അതെ വെയിറ്റർ, ഇങ്ങോട്ട് വാ. എന്താ സർ? കൊള്ളാട്ടോ ചായ ഇവിടത്തെ. കൊള്ളാട്ടോ. ഏതായാലും ഒരെണ്ണം എടുത്തേ. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. തന്റെ ഈ സ്ഥലത്ത് കുറെ വെറൈറ്റി ഉണ്ടല്ലോടോ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്യാ? ഇഡിയറ്റ്. ഇവൻ അറിയിക്കുക ചെറുക്കൻ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നത് ഇവനാ. എന്ത് കോപ്പറാടാ? നിന്നെ ഞാൻ എടുത്തോളാടാ. പെണ്ണിന്റെ മുമ്പ് ഹീറോ കളിക്കുക. ഒന്ന് പോടാ അവിടുന്ന്. പോടാ. ചെവി തുള്ളിക്കോടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒന്ന് തരുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് സ്ഥലം വിട്. നീ വന്നേ, അങ്ങോട്ടിരിക്കെ. നമ്മുടെ സമൂഹത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പാവം പിടിച്ച ആൾക്കാരെ ജീവിക്കാൻ അനുവദിക്കില്ല. എത്രയൊക്കെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാൻ കഴിയും, ഏതൊരു സ്ത്രീയും അവളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രണയ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളിലോ ചെന്ന് ചാടി ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കാം. അവൾ ഇതാരോടെയും പറയാം, പറയാതെയും ഇരിക്കാം. രാജേഷ് സീമയെ ആരും അറിയാതെ ഫോളോ ചെയ്തു. അതിനോടൊപ്പം തന്നെ അവൻ റിക്കിയിലും ശ്രദ്ധ ചെലുത്തിയിരുന്നു. വരൂ, നമുക്ക് കാണാം.
അതെ ഭായ്, അവനെ എൻ്റെ ആളെ പിടിച്ചു വെച്ചിരിക്കുക ഭായ്. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് ഭായ്. പക്ഷെ അവളെന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് അവളുടെ മറ്റവനല്ലേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചെകിടത്തടിച്ച്. ഭായ്, ഇതിനെന്തൊക്കെയും ചെയ്തേ പറ്റൂ. എനിക്ക് ആ പെണ്ണിനെ വേണം, അതും എൻ്റെ കിടക്കയില്. ഭായ്, ഇനി പ്രേമം കോപ്പൊന്നുമില്ല. അവളുടെ അഹങ്കാരം എനിക്ക് തീർത്തേ പറ്റൂ. എടി, നീ ഒരു കാര്യം ചെയ്യേ. റിക്കിയുടെ കല്യാണമൊക്കെ അടുക്കുന്നതിന് മുമ്പ് നീ ഒന്ന് വീട്ടിൽ പോയിട്ട് വാ. ഒരുപക്ഷെ അതിനു മുമ്പ് നിനക്ക് പെട്ടെന്നൊന്ന് പോകാൻ പറ്റിയില്ലെങ്കിലോ? പിന്നൊരു കാര്യം, നിന്റെ വീട്ടിൽ റിക്കിയുടെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് ക്ഷണിക്കണം. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരോടും അവിടെ നിന്ന് ഇങ്ങോട്ട് കാലേ കുട്ടി എത്താൻ പറയണം. അല്ലാതെ നമുക്കിവിടെ വേറെ ആരാ ഉള്ളത്? ശരി, എന്നാ ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ശരി. സാറേ, ഇത് കണ്ടില്ലേ? ഈ കിടക്കുന്ന കണ്ടില്ലേ? ശരി, ഓക്കെ, നോക്കട്ടെ. സാറ് വയറ്റത്ത് നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് കുത്തിയിരിക്കുന്നത്. പിന്നെ ബോഡിയിൽ സ്ട്രഗിളുടെ യാതൊരു പാടുമില്ല. സാറേ, എന്റെ അനിയനെ ആരോ കൊന്നു. ആരാ നിങ്ങളുടെ അനിയനെ കൊന്ന്? അതറിയത്തില്ല സാറേ. ഇയാൾ മരിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? സാറേ, ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ സ്റ്റേഷനിൽ പോയതായിരുന്നു. രാജീവ്, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ബാക്കി റിപ്പോർട്ട്സ് എല്ലാം മേടിച്ചോണ്ട് വരൂ, ഫാസ്റ്റ്. സർ. നോക്കൂ, നിങ്ങൾ വിഷമിക്കണ്ട. കൊലയാളിയെ ഞങ്ങൾ വേഗം കണ്ടുപിടിക്കും. സോഹൻ തന്റെ ഭാര്യ റീനയെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയി. അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി റിക്കിയുടെ കല്യാണത്തിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ. കല്യാണപ്പന്തൽ ഉയരേണ്ട ആ വീട്ടിൽ എങ്ങനെയാണ് മരണപ്പന്തൽ ഉയർന്നത്? അങ്ങനെ എന്താണ്? ജോലി കഴിഞ്ഞോ? ശരി, നമുക്കുടനെ കാണാം. സാറിന് ഫാക്സ് ചെയ്തേക്കോ, ഫാസ്റ്റ്. സാറേ, റിക്കിയുടെ PM റിപ്പോർട്ട്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വയറ്റത്ത് കുത്തിയിരിക്കുന്നത്. കൊന്ന ആൾക്ക് റിക്കിയോട് നല്ല വെറുപ്പുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, റിക്കിയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള CCTV ക്യാമറാസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് അവിടുത്തെ ഫുട്ടേജും കൊണ്ടുപോവാ, ഫാസ്റ്റ്. സർ. സോഹൻ സാർ. ഓക്കെ, ഞങ്ങൾ വരാം.
പറഞ്ഞോളൂ സോഹൻ സാർ, നിങ്ങൾ എന്തിനാ ഞങ്ങൾ വിളിച്ചത്? സാർ അത് പിന്നെ ഇത് ഈ കുട്ടി ആരാ? സാർ ഇതാണ് സീമ, റിക്കി കെട്ടാൻ പോയ പെണ്ണ. അപ്പം നിങ്ങൾ കുടുംബത്തിൽ ഇത്രയും പേരേ ഉള്ളോ? ഇല്ല സാറേ. സാറേ എൻ്റെ ഭാര്യ റീനയുമുണ്ട്. പക്ഷെ സാറേ അവള് റിക്കിയുടെ കല്യാണത്തിന് ആൾക്കാരെ ക്ഷണിക്കാൻ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അതിനിടയ്ക്കാണ് ഇതൊക്കെ സംഭവിച്ചത്. സാർ അവള് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. സോഹൻ സാർ, എനിക്കൊരു കാര്യം പറയൂ. നിങ്ങളുടെ അനിയന് ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? അതെ സാർ. സീമ സാറിനോടെല്ലാം പറ. മിസ് സീമ, പ്ലീസ് പറയൂ. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പോലീസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. സർ, ഒരു ചെറുക്കനുണ്ടായിരുന്നു രാജേഷ്. അവൻ എന്നും എന്നെ ഫോളോ ചെയ്തിരുന്നു, ശല്യം ചെയ്തിരുന്നു. അവന് റിക്കിയെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. റീസെന്റ് കഫേയിൽ വെച്ച് അവനുമായിട്ട് വഴക്കുണ്ടായി. അന്നവൻ റിക്കിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇതൊക്കെ നടന്നേ. ഈ രാജേഷ് എവിടെയാന്ന് നോക്ക്, എന്നിട്ട് അവനെ പിടിച്ചോണ്ട് വാ. സർ. സീമയും സോഹനെയും ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് റിക്കിയുടെ കൊലയാളി രാജേഷ് ആണെന്നുറപ്പിച്ച് അവനെ അന്വേഷിക്കാൻ തുടങ്ങി. ഇക്കാര്യം രാജേഷ് എങ്ങനെയോ അറിഞ്ഞു പോലീസ് അവനെ പിന്തുടരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവൻ മൊബൈൽ ഓഫ് ചെയ്തു വെച്ച് വീട്ടിൽ നിന്ന് ഒളിവിലായി. പക്ഷെ പോലീസ് അതിസമർത്ഥമായി നല്ലൊരു ടീം തന്നെ ആക്റ്റീവ് ചെയ്ത് രാജേഷ് എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ടീമിനെ അയച്ച് രാജേഷിനെ അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ സോഹനും സീമയ്ക്കും പോലീസ് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്തു. അയ്യേ പേടിക്കല്ലേ. ഈ പുതപ്പേ ഞാൻ നിന്നെ പുതപ്പിക്കാൻ കൊണ്ടുവന്നതാ. ഈ വീട്ടിൽ നീ സുരക്ഷിതയാ. പോരാഞ്ഞിട്ട് പുറത്ത് പോലീസ് കോൺസ്റ്റബിളിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ നാളെ ആണെങ്കിൽ റീന എത്തും. അപ്പൊ നീ ഈ വീട്ടിൽ സേഫാ. സമാധാനമായിട്ട് ഇറങ്ങ കേട്ടോ. എടാ പന്ന മോൻ രാജേഷേ, നിനക്കൊരു പയ്യന്റെ ജീവൻ എടുക്കാനും മാത്രം ധൈര്യമുണ്ടല്ലേ? ഏത് ചെക്കനാ സാറേ? സീമ കല്യാണം കഴിക്കാൻ പോയ റിക്കി. ആ സീമയും പാവമല്ല, അവളുടെ ബോയ് ഫ്രണ്ട് റിക്കിയും പാവമല്ല. അവൻ അവളെ എന്റെ അടുത്ത് തട്ടിയെടുത്തില്ലേ? അതുകൊണ്ട് അതിന് തക്കം നോക്കി ചെന്ന് രാത്രി അവനെ കുത്തിക്കൊന്നല്ലേ നിനക്ക് ആ സീമയെ സ്വന്തമാക്കാൻ? എനിക്ക് സീമയെ സ്വന്തമാക്കണ്ട സാറേ. എനിക്ക് അവളോട് വെറുപ്പാ. എനിക്ക് അവളെ കൊല്ലണമെന്നാ തോന്നുന്നത്. ശരിക്കും റിക്കിയെ കൊന്ന പോലെ അല്ലേ? റിക്കിയോ? ഞാനല്ല റിക്കിയെ കൊന്നത് സാറേ. ദേ നോക്ക്, എല്ലാ കുറ്റവാളികളും ഇത് തന്നെ പറയാറ്, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ പോലീസിന്റെ ലത്തിയടി കിട്ടുമ്പോ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞോളൂ. അടിച്ചോ സാറേ? ജീവിതം തന്നെ എന്നെ അടിച്ചൊതുക്കിയില്ലേ? നിങ്ങളായിട്ട് ഇനി കുറയ്ക്കണ്ട സാറേ. ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. കോടതിയിൽ നമുക്ക് ഇവന്റെ റിമാൻഡിന് വേണ്ടി അപേക്ഷിക്കാം. എന്നാലേ ഇവൻ വാതുറക്കൂ. ഇവനാ ഇത് ചെയ്തെന്നുള്ള പ്രൂഫൊക്കെ കിട്ടട്ടെ. അതുവരെ അവനെ നിർത്തിപ്പോയിരിക്കണം. പോലീസ് രാജേഷിനെ അറസ്റ്റ് ചെയ്തുവെങ്കിലും രാജേഷ് കുറ്റം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. രാജേഷാണ് കുറ്റവാളിയെന്ന് സ്ഥാപിക്കാൻ പോലീസിന്റെ പക്കൽ ആവശ്യമുള്ളത്രയും തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മർഡർ വെപ്പനെ കുറിച്ചും ഒരു വിവരവുമില്ലായിരുന്നു. രാജേഷിനെ പോലീസ് ലോക്കപ്പിൽ ഒരുപാട് ദിവസങ്ങൾ പിടിച്ചിടാനുള്ള തെളിവുകളൊന്നും പോലീസിന്റെ പക്കലില്ലായിരുന്നു. റിക്കിയുടെ കൊലപാതകത്തിൽ രാജേഷിന് മാത്രമാണോ പങ്കുള്ളത്, അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസിന് അറിയില്ലായിരുന്നു. നമ്മളും കണ്ടതല്ലേ സീമ ആരോട് ഫോണിൽ സംസാരിക്കുന്നത്? ഇത് സീമയും രാജേഷും കൂടി ഒപ്പിച്ച പണിയാണോ? ആണെങ്കിൽ തന്നെ കാരണം എന്തായിരിക്കും?
എന്തൊക്കെയായി സംഭവിച്ചത്? ഭഗവാൻ എന്തിനാ നമ്മുടെ റിക്കിയെ കൊണ്ടുപോയത്? സാറേ ഇതൊന്ന് കാണുന്ന അത്യാവശ്യമാണ്. എന്താ അത്? ഇങ്ങോട്ട് നോക്ക് സാർ. നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. ആദ്യം ലൊക്കേഷനിലേക്ക് ആളയക്കണം. പിന്നെ ഈ സോഹന്റെ വീട്ടിലെ സെക്യൂരിറ്റി ടാഗ് ചെയ്യ്. ആരും വീട്ടിൽ നിന്ന് പുറത്തു പോരുത്. സർ, ഈ കേസിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന പോലീസിന് മർഡർ സ്പോട്ടിന്റെ പരിസരത്തു നിന്നും ഒരു CCTV ഫുട്ടേജ് കണ്ടെടുക്കാൻ സാധിച്ചു. ആ CCTV ഫുട്ടേജ് പോലീസിന് ഈ കേസ് വേറൊരു ആംഗിളിലൂടെ കാണാനുള്ള അവസരമൊരുക്കി. പിന്നീട് പോലീസ് കോൾ ഡീറ്റെയിൽസിനൊപ്പം മൊബൈൽ ലൊക്കേഷൻ ഡീറ്റെയിൽസും പുറത്തെടുത്തു. ഇപ്പൊ പോലീസിന് ഈ കേസ് പച്ചവെള്ളം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് കൊലയ്ക്കുള്ള കാരണം മാത്രമാണ്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അതായത് ആരാണ് കൊലയാളി, എന്തിനു വേണ്ടിയാണ് റിക്കിയെ കൊലപ്പെടുത്തിയത്? മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും. എങ്കിൽ വരൂ, കണ്ടറിയാം. മിസ്റ്റർ സോഹൻ, നിങ്ങൾ എന്നോടൊരു സത്യം പറയണം. നിങ്ങൾ എന്തിനു വേണ്ടിയാ നിങ്ങളുടെ അനിയനെ കൊന്നേ? സാറേ എന്ത് വർത്താനാ സാറ് പറയുന്നത്? ഞാൻ എൻ്റെ അനിയനെ എന്തിനു കൊല്ലണം? അത് തന്നെയാണ് ഞാനും ഇപ്പം നിന്നോട് ചോദിച്ചത്. അതുമല്ലാതെ നീയാ അവനെ കൊന്നെന്നുള്ളതിന് എൻ്റെ കയ്യിൽ തെളിവുകളും ഉണ്ട്. സാറിൻ്റെ കയ്യിൽ എന്താ തെളിവുള്ളേ? നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള CCTV ഫുട്ടേജിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്റ്റേഷനിൽ പോകുന്നത് കണ്ടു. പിന്നെ തിരിച്ചു വന്നതും കണ്ടു. നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എടുക്കും. അപ്പം ഞങ്ങൾ സ്റ്റേഷൻ്റെ ഫുട്ടേജ് എടുത്തു. അതിൽ നിങ്ങളുടെ ഭാര്യ തനിച്ച. എന്നിട്ട് മർഡറിൻ്റെ സമയത്ത് നിങ്ങളുടെ ഫോൺ ലൊക്കേഷൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വേറെ വല്ലതും അറിയണോ നിങ്ങൾക്ക്? വേണ്ട സർ. എന്നാ പറയൂ, പറയാൻ. അത് പിന്നെ അവൻ എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്ക പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഏട്ടത്തി, നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് സീമയെ കൊണ്ടുപോലും തരാൻ പറ്റില്ല. അതുപോലെ നിന്റെ ചേട്ടനെ കൊണ്ട് എനിക്കും തരാൻ പറ്റുന്നില്ല. നീ തരുന്നത്രയും സന്തോഷം. അതെയോ? എൻ്റെ അനിയനെ എൻ്റെ സ്വന്തം മോനെ പോലെ ഞാൻ കണ്ടേ. അവനെ എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്ക പങ്കെടുത്ത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല സർ. ആ ദിവസം ഞാൻ എങ്ങനെയോ കൺട്രോൾ ചെയ്തു. പക്ഷെ ഈ ഒരു ചതി എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് അയക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി. എല്ലാം നോർമൽ ആണെന്ന് കാണിക്കാൻ മാത്രം. പക്ഷെ ഈ ഒരു ചതി എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് മുഴങ്ങുന്നുണ്ടായിരുന്നു. സാർ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കൈ കൊണ്ട് റിക്കി കൊല്ലപ്പെട്ടു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ വേദന എന്താണെന്ന്. എന്ന് പറഞ്ഞ് നിങ്ങൾ നിയമം കയ്യിലെടുത്തത് ഒട്ടും ശരിയായില്ല. നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കാവില്ല. സോഹൻ സ്വന്തം ഭാര്യയെ സ്വന്തം അനുജനോടൊപ്പം ബെഡിൽ കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എത്ര സ്നേഹത്തോടെയാണ് അവൻ ആ അനുജനെ വളർത്തിയത്. അവസാനം അവനെ തന്നെ കൊലപ്പെടുത്തേണ്ടി വന്നു. റീനയുടെയും റിക്കിയുടെയും പ്രണയം സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെയാണ് ഇല്ലാതാക്കിയത്. സോഹനെങ്കിലും കുറച്ച് സമാധാനത്തോടെ റീനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ നല്ല രീതിയിലാക്കാമായിരുന്നു. പക്ഷെ കേട്ടിട്ടില്ലേ, വിനാശകാലേ വിപരീത ബുദ്ധി. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ കഥയോടൊപ്പം. അതുവരെ കാത്തിരിക്കൂ, സന്തോഷിക്കൂ. ക്രൈം ചക്ര കണ്ടാസ്വദിക്കൂ. ജയ് ഹിന്ദ്.